ക്വസ്റ്റ്യൻ: ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയല്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഏതാണ്? ഫോം ലൈൻ. എന്താണെന്ന് നോക്കാം. ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും സൂക്ഷ്മങ്ങളായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിലും ഇത് അറിയപ്പെടുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ധരാതലീയ ഭൂപടങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം BM ബെഞ്ച് മാർക്ക് എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കണക്കാക്കുന്നതിനായി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർത്ത് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റ്. സ്ഥലത്തിൻ്റെ ഹൈറ്റ് കൂടി രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. കോണ്ടൂർ രേഖകളിൽ നിന്നും ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചരിവിൻ്റെ സ്വഭാവം, ഭൂരൂപത്തിൻ്റെ ആകൃതി എന്നിവ മനസ്സിലാക്കാം. താങ്ക്